പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പെസഹ പെരുന്നാളിലേക്ക് കടക്കുവാൻ, ആ പെരുന്നാൾ കൊണ്ടാടുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. പെസഹ പെരുന്നാളിനെ പറ്റി നമ്മുടെ ജീവിതങ്ങളിൽ എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെയും നമുക്ക് വ്യക്തമാണ്. മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേൽ മക്കളുടെ വിടുതൽ സമയത്ത് അതിൻ്റെ ആ ദിവസത്തിൽ അവർ ആചരിച്ച വലിയ ഭക്ഷണം, അന്നു മുതൽ ആ ലിബറേഷൻ്റെ ഒരു സെലിബ്രേഷനായി എല്ലാ വർഷവും ഇത് അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടാടിക്കൊണ്ടേ ഇരിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉടമ്പടി സമൂഹത്തിൻ്റെ, അതായത് ഒരു കവനന്റ് സൊസൈറ്റി, അത് രൂപപ്പെടുത്തിയ ദൈവിക വിമോചന പ്രവർത്തനങ്ങളുടെ ഓർമ്മ പുതുക്കലായി പെസഹായെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പെസഹായുടെ പശ്ചാത്തലത്തിലാണ് നമുക്കറിയാം വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗങ്ങളൊക്കെയും നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ആ വലിയ മനോഹാരിതയെ വരച്ചു കാട്ടുന്ന ഭാഗങ്ങളാണ്. എന്നാൽ ഓരോ കുർബാനയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. We are not celebrating the Passover. പെസഹ അല്ല വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. കാരണം യേശു തമ്പുരാൻ പെസഹ കൊണ്ടാടിയ സമയത്ത് സാധാരണഗതിയിൽ ഒരു ജൂയിഷ് ഫാമിലിയിൽ പാസ് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ആ പെസഹ ടേബിളിൽ ഉണ്ടാകേണ്ട ചില എലമെൻറ്റ്സ് അവിടെ ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ഇഷ്ടിക, 2 വൈക്കോൽ, കയ്പ് ചീര എന്നിവയാണ്. എന്നാൽ ഈ പെസഹ ദിനത്തിൽ യേശുവും ശിഷ്യന്മാരും ആ മേശയിൽ ഇരിക്കുമ്പോൾ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് 2 എലമെൻസിനെ പറ്റിയിട്ടാണ്: അപ്പവും വീഞ്ഞും. അത് സാധാരണ ഒരു ജൂവിഷ് ടേബിളിൽ ഉണ്ടാകുന്ന ഒരു 2 ഇനങ്ങളാണ് ഈ അപ്പവും വീഞ്ഞും. എന്നാൽ ഇത് ഒരു സാധാരണ അത്താഴമല്ല. നമുക്കറിയാം, തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ദിസ് വാസ് ദ ലാസ്റ്റ് സപ്പർ which Jesus had with his disciples. അന്ത്യ അത്താഴം എന്നൊക്കെ നമ്മൾ വിളിക്കും. പക്ഷേ ആ അത്താഴത്തിനൊരു പ്രത്യേകതയുണ്ട്. എ സപ്പർ ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ്. എ സപ്പർ ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ്. ഒരു ഫ്രേസ് ഇപ്രകാരമുണ്ടല്ലോ: സം മീൽസ് ഫിൽ ദ സ്റ്റൊമക്ക്, some meals fill the soul. ചില ഭക്ഷണങ്ങൾ നമ്മുടെ വയറ് നിറയ്ക്കും, എന്നാൽ ചിലത് നമ്മുടെ ആത്മാവിന്. ഇന്നത്തെ ധ്യാനത്തിനായി സഭയായി നിശ്ചയിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ ഒരു സമൂഹമാകുക എന്നുള്ളതാണ്. ബി എ കമ്മ്യൂണിറ്റി ഓഫ് ഹോളി കുർബാന. അതിനെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന ഏവൻഗേലിയൻ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, അതിൻ്റെ 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. അവൻ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള രക്തം.
എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. Thank you. And when he had given thanks, he broke it and gave it to his disciples, saying, "Take and eat. This is my body." Then he took a cup, and when he had given thanks, he gave it to them, saying, "Drink from it, all of you. This is my blood of the covenant, which is poured out for many for the forgiveness of sins. I tell you, I will not drink from this fruit of the vine from now on until that day when I drink it new with you in my Father's kingdom." കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന പെസഹ കുഞ്ഞാടെ, അവിടുത്തെ ഐഹിക ജീവിതത്തിൽ നീ കൊണ്ടാടിയ പെസഹ പെരുന്നാളിൽ നിന്റെ ആ വലിയ അന്ത്യ അത്താഴത്തെ ഓർക്കുവാനും അതിൻ്റെ ആത്മീയ മർമ്മങ്ങളെ ചിന്തിപ്പാനും അടിയങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാനെ നീ തരുന്ന ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജീവൻ്റെ മേശയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിൽ നീ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യത്തിൻ്റെ മേശയായി തീരുവാൻ, നിന്നെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നതിനായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വേദഭാഗങ്ങളിലേക്ക് വേഗത്തിൽ നമുക്ക് കടന്നു പോകാം. ഇതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ? അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നഗരത്തിൽ ഇന്ന ആളുടെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലണം. അവിടെ ആ ആളിനോട് പറയേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ശിഷ്യരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറവീൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഭാഗം നമ്മളോട് പറയുന്നത് ദ ഹോളി കുർബാന ബിഗിൻസ് ഇൻ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. വിശുദ്ധ കുർബാന അത് ഏകപക്ഷീയമല്ല, അതൊരു സമൂഹമായി ആരംഭിക്കുന്ന ഒന്നാണ്. ഒരു ടുഗദർനെസ് നമ്മൾക്ക് ഈ വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരുടെ ചോദ്യം ഇങ്ങനെയാണ്: നീ പെസഹ കഴിപ്പാൻ എവിടെ ഞങ്ങൾ ഒരുക്കണം? അവർ ചിന്തിച്ച് കാണത്തില്ല ഒരുമിച്ച് പെസഹ കഴിക്കാൻ പറ്റുമോ എന്ന്. എന്നാൽ തങ്ങളുടെ ഗുരുവാണ്. ഗുരു പെസഹ പെരുന്നാൾ ആഘോഷിക്കണം എന്നുള്ളൊരു ചിന്ത ശിഷ്യന്മാരുടെ ഉള്ളിലുണ്ടായപ്പോൾ അവർ ചോദിക്കുകയാണ്: ഗുരു, നീ പെസഹ ആഘോഷിക്കുവാൻ ഞങ്ങൾ എവിടെയാണ് നിനക്ക് സ്ഥലമൊരുക്കേണ്ടത്? അതിന് മറുപടിയായി കർത്താവ് അവരോട് പറയുകയാണ്: ഞാൻ എൻ്റെ ശിഷ്യരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് ആ മാളിക മുറിയുടെ ഉടമസ്ഥനോട് പറയണം. There is no solitary disciples here. There is a unity, a shared table. പങ്കിടലിൻ്റെ ഒരു മേശയാണ് നമ്മളവിടെ കാണുന്നത്. എ ഷെയർഡ് പർപ്പസ് ആണ് നമ്മളവിടെ കാണുന്നത്. ഡിട്രിഷ് ബോൺഹോഫർ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു വലിയ കോട്ട് ഇപ്രകാരമാണ്: ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ സോളോ പെർഫോമൻസ്, ഇറ്റ് ഈസ് എ സിംഫണി. സിംഫണി നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ആസ്വദിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ അല്ലെങ്കിൽ യൂട്യൂബിൽ എ സിംഫണി ഓർക്കസ്ട്ര എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ അത് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. സോളോ പെർഫോമൻസ് അല്ല അവിടെ നടക്കുന്നത്. ഓരോ നിരകളായി പലതരം ഇൻസ്ട്രുമെൻറ്റ്സ്, പലതരം കലാകാരന്മാർ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ഗാനത്തെ,
മനോഹരമായി ചിത്രീകരിക്കുന്ന ഒന്ന്. അതുകൊണ്ട് ഡിറ്റിസ് ബോൺഹോഫറിനോടൊപ്പം ചേർന്ന് ഞാൻ പറയും, ദ ഹോളി കുർബാന ഈസ് നോട്ട് അബൌട്ട് മീ, ഇറ്റ്സ് അബൌട്ട് വി. ദ ഹോളി കുർബാന ഈസ് നോട്ട് അബൌട്ട് മീ, ബട്ട് ഇറ്റ്സ് അബൌട്ട് വി. ഞാൻ ഓരോ തവണയും വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുമ്പോൾ അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം മാത്രമല്ല, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹമായിട്ടും കൂടെയാണ് ഈ വിശുദ്ധ കുർബാനയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. 2 സംഭവങ്ങൾ ഈ സമയത്ത് മനസ്സിലേക്ക് വരുന്നത് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അച്ഛൻ ഒരു പള്ളിയിൽ പുതുതായിട്ട് ചാർജ് എടുത്തു. ഒരു 6 മാസത്തോളം കഴിഞ്ഞപ്പോഴും അച്ഛൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരമ്മച്ചി ഉണ്ടായിരുന്നു. മുൻപിലത്തെ ബെഞ്ചിൽ എപ്പോഴും ഫസ്റ്റ് പേഴ്സണായിട്ടിരിക്കും. മുണ്ടും നേരിയതാണ്, വളരെ കൃശഗാത്രയാണ്. ഈ അമ്മച്ചി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വിശുദ്ധ കുർബാന കൈക്കൊള്ളാനായിട്ട് മുമ്പിലോട്ട് വരും. ഇത് കൃത്യമായിട്ട് നടക്കുകയാണ്. വേറെ ആരൊക്കെ ആബ്സെൻ്റ് ആയാലും ഈ അമ്മച്ചി ആബ്സെൻ്റ് ആവാറില്ല. അപ്പോൾ ഈ അച്ഛന് അമ്മച്ചിയുടെ ഈ ഒരു വലിയൊരു പ്രസൻസിലൊക്കെ ഒത്തിരി സന്തോഷമായി. ഇത്രയും ആത്മീയമായിട്ട് എരിവുള്ള ഒരു അമ്മച്ചിയെ ഇടവകയിൽ കിട്ടിയതിനെ ഓർത്ത് അച്ഛൻ മനസ്സിൽ സന്തോഷിച്ചു. ഒരു ദിവസം ഈ അമ്മച്ചിയോട് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് ഈ അച്ഛൻ ചിന്തിച്ചു. അമ്മച്ചിയെടുത്ത് അച്ഛൻ പറഞ്ഞു, അമ്മച്ചി മുടങ്ങാതെ എല്ലാ വിശുദ്ധ കുർബാനയ്ക്കും അത് സ്വീകരിക്കാനായി കടന്നു വരുന്നത് കാണുന്ന ഒത്തിരി സന്തോഷമാണ് അമ്മച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി അച്ഛനടുത്ത് പറഞ്ഞു, അച്ചോ ഇത് ഗ്യാസിന് നല്ലതാണ്. അടുത്ത ഒരു കഥ. ഈ അച്ഛൻ തന്നെ മറ്റൊരിടത്ത് ട്രാൻസ്ഫർ ആയിട്ട് പോയി. കേരളത്തിലെ ഒരു ചെറിയ ഒരു ഗ്രാമത്തിലാണ്. അവിടെ വളരെ നാളായി ഇടവകയിലൊക്കെ സംബന്ധിക്കുന്ന ഒരു അമ്മച്ചി ഇതുപോലെ ബെഡ് റിഡനായി ഭവനത്തിൽ കഴിയുകയാണ്. അപ്പോൾ അമ്മച്ചിയുടെ ആഗ്രഹപ്രകാരം ഭവനത്തിൽ വെച്ച് വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിച്ചു. ഭവനത്തിൽ വെച്ച് ഈ കുർബാനയൊക്കെയും അച്ഛൻ കൊടുത്തു. അത് സ്വീകരിക്കുന്ന സമയത്ത് ആ അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അച്ഛൻ ശ്രദ്ധിച്ചു. കുർബാന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. അവർ സംസാരിക്കുന്ന സമയത്ത് ആ അമ്മച്ചി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 60 വർഷമായി ഒരു ഞായറാഴ്ച പോലും ഞാൻ മുടക്കിയിട്ടില്ല. 60 വർഷമായി കൃത്യമായി കർത്താവിൻ്റെ ശരീര രക്തങ്ങളുടെ അംശയായി ഞാൻ നിലകൊള്ളുകയാണ്. അപ്പോൾ ഈ അച്ഛൻ മനസ്സിലൊന്ന് വിചാരിച്ചു, കർത്താവ് ഈ അമ്മച്ചിയും ഗ്യാസിൻ്റെ കാര്യം പറയുമോ? എന്നാൽ അമ്മച്ചി അടുത്ത വാക്ക് പറഞ്ഞു, കഴിഞ്ഞ 60 വർഷങ്ങൾ ഞാൻ എൻ്റെ ഇടവകയിലേക്ക് ചെന്നാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് എൻ്റെ ഇടവക എൻ്റെ അടുക്കിലേക്ക് വന്നു. 2 സ്വീകരണക്കാരെയാണ് നമ്മളവിടെ കണ്ടത്. ഞാൻ ഈ പറഞ്ഞ കഥയിലെ ആളുകളുമായി ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവും ഇല്ല. ആരും വന്നിട്ട് അച്ഛ ഇതെവിടുത്തെ അമ്മച്ചിയാ എന്നൊന്നും ചോദിക്കരുത്. കുർബാന ഈസ് നോട്ട് എ റിച്വൽ. ഇതൊരു ചടങ്ങല്ല. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് വിത്ത് വൺ അനദർ. When one member cannot come, the community carries
the body and blood of Christ to them. അപ്പോൾ ഈ ഭാഗം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. Are we കുർബാന community or just communion consumers? നമ്മളൊരു കുർബാനയുടെ സമൂഹമാണോ, അതോ കുർബാന ഒരു ചടങ്ങ് പോലെ സ്വീകരിക്കുവാനായി കടന്നു വന്നിട്ടുള്ളവരാണോ? വേഗത്തിൽ പോട്ടെ. അതിൻ്റെ 21 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു: അവർ ഭക്ഷിക്കുമ്പോൾ അവന്, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. Truly I say you, one of you will betray me. The Holy Kurbana confronts betrayal and brokenness. രണ്ടാമതായി ഈ ഭാഗം നമ്മളോട് പറയുന്നതാണ്, it confronts betrayal and brokenness. തന്നെ കാണിച്ചു കൊടുക്കുവാനിരിക്കുന്നവനും കുറച്ചു കഴിഞ്ഞാൽ തന്നെ തള്ളിപ്പറയുന്നവരും ഒറ്റപ്പെടുത്തിയവരുമൊക്കെ നിറഞ്ഞതായ ഒരു മേശയിലാണ് താൻ ഇരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടെയാണ് കർത്താവ് തമ്പുരാൻ ആ രാത്രിയിൽ ആ മേശയ്ക്ക് ഹോസ്റ്റായി നിൽക്കുന്നത്. ഒന്നോർത്തെ, നമ്മളെ ഒരാൾ പുറകിൽ നിന്ന് കുത്തും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ വ്യക്തികളുമായി നമ്മൾ ഒരിക്കലും അടുപ്പം കാണിക്കാൻ ആഗ്രഹിക്കത്തില്ല. എന്നാൽ തൻ്റെ ശിഷ്യന്മാർ ഇപ്പോൾ ഭയങ്കര ചക്കരയും പീരയുമായിട്ട് അടുത്ത് നിൽക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവരിൽ നിന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നാഥൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് വിളമ്പിക്കൊടുത്ത നിറസ്നേഹമാണ് പെസഹ പന്തി എന്ന് പറയുന്നത്. കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, there is no sugar coating or buttering. അവിടെ പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഇന്ന് രാത്രി കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ കർത്താവിനോട് പറയുന്ന കാര്യമുണ്ട്, ഞാനോ കർത്താവേ. Jesus still breaks bread with us. നമ്മൾ നോർത്തെ, നമ്മളൊക്കെ പലപ്പോഴും യൂദാസുമാരായി തീർന്നിട്ടില്ലേ? നമ്മളൊക്കെയും തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലെ ആയി തീർന്നിട്ടില്ലേ? നമ്മളൊക്കെയും പലപ്പോഴും കർത്താവിനെ ഒറ്റപ്പെടുത്തി കളഞ്ഞ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളവരായി ഞാനും നിങ്ങളും എപ്പോഴൊക്കെയോ മാറിയിട്ടില്ലേ? Still Jesus breaks bread for us. തള്ളിപ്പറഞ്ഞ സമയങ്ങളിലും ഒറ്റിയ സമയങ്ങളിലും ഒറ്റപ്പെടുത്തിയപ്പോഴും നമുക്ക് വേണ്ടി സ്വന്തം ശരീരവും രക്തവും മുറിച്ചു തന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ട്. റുവാണ്ടയിലെ ഒരു ഗ്രാമത്തിൽ ജനോസൈഡ് നടന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. വംശഹത്യ. ആ സംഭവങ്ങൾക്കൊക്കെ ശേഷം അവിടുത്തെ പള്ളിയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടിയപ്പോൾ അവിടെ ഇരിക്കുന്നത് വംശഹത്യക്ക് ഇരയായവരുണ്ട്, അവരെ ഉപദ്രവിച്ചവരുമുണ്ട്. ഒരുമിച്ചാണ് ഈ മേശയിലേക്ക് അവർ വരുന്നത്. ഇരയായവരുടെ ഉള്ളിൽ എന്തുമാത്രം വിഷമമായിരിക്കും. എന്നാൽ ആ ഇരയാക്കപ്പെട്ടവരിൽ ഒരു സ്ത്രീ ഇപ്രകാരം പറഞ്ഞു, I lost my family, but here in this bread, God gives me a new family. തൻ്റെ ശത്രുക്കളെ പോലും കുടുംബമായി കാണുവാൻ ആ സ്ത്രീക്ക് സാധിച്ചത് ക്രിസ്താനുഭവം അവളിൽ ഉണ്ടായതുകൊണ്ടാണ്. വെറും കുർബാന സ്വീകരിക്കാരിയായിട്ടല്ല അവൾ നിന്നത്, കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിച്ചവളായതുകൊണ്ടാണ്
അവൾക്ക് അപ്രകാരം പറയുവാനായിട്ട് സാധിച്ചു. എനിക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, പക്ഷേ ഇതാ ഈ ജീവൻ്റെ മേശയിൽ എനിക്ക് പുതിയ ഒരു കുടുംബം ലഭിച്ചിരിക്കുകയാണ്. ഇറ്റ് ഹീൽസ് വാട്ട് hatred broke. It binds what betrayal dismayed and shattered. 26 27 വാക്യങ്ങളിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ടേക്ക്, ഈറ്റ്, ദിസ് ഈസ് മൈ ബോഡി. ഡ്രിങ്ക് ഫ്രോം ഇറ്റ് all of you, this is my blood of the covenant. കർത്താവ് ഒരു വലിയ പ്രസംഗമൊന്നും അവർക്ക് കൊടുക്കുന്നില്ല, മറിച്ച് കൊടുത്തത് തന്നെയാണ്. He didn't give any sermon or scroll to them, but he gave himself. അതെ, the Holy Kurbana is the gift of Christ himself. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്രിസ്തു എന്ന ദാനം തന്നെയാണ്. ക്രിസ്തു എന്ന ദാനം തന്നെയാണ് ഓരോ വിശുദ്ധ കുർബാനയും. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കുക, നമ്മൾ സ്വീകരിക്കുന്നത് ഈ കർത്താവിനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ മുട്ടുകുത്തുന്നത്? ഇപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വൈ വി നീൽ? വിശുദ്ധ അഗസ്റ്റിൻ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: അറ്റ് ദ ടേബിൾ ക്രൈസ്റ്റ് ഈസ് നോട്ട് ജസ്റ്റ് റിമെമ്പേർഡ്, ഹി ഈസ് റിസീവ്ഡ്. We do sin when we do not adore Christ in the Eucharist. കർത്താവിനെ നമ്മൾ ഓർക്കുക മാത്രമല്ല, അവനെ നമ്മൾ സ്വീകരിക്കുക കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മുട്ടുകുത്തി ഈ വിശുദ്ധ അപ്പവും വീഞ്ഞും നമ്മൾ സ്വീകരിക്കുന്നത്. We come with awe because this is not a symbolic food. This is a sacred presence. This is not a symbolic food, but this is a sacred presence. അതുകൊണ്ടാണ് നമ്മൾ മുട്ടുകുത്തി ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. നമ്മുടെ മുട്ടുകുത്താൻ പ്രയാസമുള്ളവർക്ക് അതിൻ്റെ അത് പരിഭവമൊന്നും ഉണ്ടാകേണ്ട. നിങ്ങൾക്ക് മുട്ടുകുത്താൻ സാധിക്കുന്ന സമയങ്ങളിലൊക്കെയും നിങ്ങൾ മുട്ടുകുത്തി തന്നെയാണല്ലോ കർത്താവിനെ സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഒരു കൊച്ചുമോൻ എൻ്റെ അമ്മച്ചിയുമായിട്ട് ദേവാലയത്തിലൊക്കെയും പോകുന്ന സമയത്ത് അവൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിനും എൻ്റെ അമ്മച്ചി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ കാണാറുണ്ട് അവൻ്റെ അമ്മച്ചിയുടെ കണ്ണിൽ കൂടെ ഒഴുകിയ കണ്ണുനീരിൻ്റെ 2 ചാലുകൾ. പലതവണ ഇത് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ അമ്മച്ചിയോട് കൊച്ചുമോൻ ചോദിച്ചു, അമ്മച്ചി, എന്തിനാ അമ്മച്ചി വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ കരയുന്നത്? അമ്മച്ചി പറഞ്ഞു, മോനെ, ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്, ആവശ്യങ്ങളുണ്ട്, വേദനകളുണ്ട്, ഇടനെഞ്ച് മുറിയുന്നതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ആ വലിയ ഭാരത്തോടുകൂടെ അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്. എന്നാൽ കർത്താവിൻ്റെ അപ്പവും കർത്താവിൻ്റെ തിരുശരീരവും ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവിനെ താങ്ങുന്നതായിട്ടുള്ളൊരു അനുഭവം എപ്പോഴും നിറയാറുണ്ട്. അതനുഭവിക്കുമ്പോൾ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർത്തുള്ളികൾ വരുന്നതാണ്. It happens only when it is a sacred presence. അല്ലാത്തവർക്ക് ഇത് വെറും വേഫറും വൈനുമാണ്. 4-മതായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ധ്യാനത്തിൽ നിന്ന് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
കർത്താവിൻ്റെ പെസഹ ആ മാളിക മുറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. We can see a continuation. It moves from that room to the garden. From the garden, it moves to the cross. From the cross, it moves to the tomb. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും കഴിഞ്ഞ് പട്ടക്കാരൻ അല്ലെങ്കിൽ മെത്രാച്ചൻ നൽകുന്നതായിട്ടുള്ള വലിയൊരു ആശീർവാദമുണ്ട്. ഗോ ഇൻ പീസ് ഫിൽഡ് വിത്ത് ഗ്ലാഡ്നസ് ആൻഡ് റിജോയ്സിങ്. എന്തുകൊണ്ടാണ് ആ ഒരു വലിയ റിജോയ്സിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള വിശുദ്ധ കുർബാന ഇവിടെ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. It moves to your home, it moves to the community, it moves to the enemies, and it moves to the forgotten. അതുകൊണ്ട് നാലാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, the Holy Kurbana sends us to serve. നമ്മൾ ഈ പെസഹ വ്യാഴത്തിനെ ഇംഗ്ലീഷിൽ പറയുന്നത് മൗണ്ടി തേഴ്സ്ഡേ എന്നാണ്, അല്ലേ? The word മൗണ്ടി comes from Latin word mandatum. അതിൻ്റെ മീനിങ് കമാൻഡ്മെൻ്റ് എന്നാണ്, കൽപ്പന. കർത്താവ് മാളിക മുറിയിൽ നൽകിയതായ ഒരു കൽപ്പനയുണ്ട്. ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ആ വലിയൊരു കൽപ്പനയാണ് ഈ പെസഹ വ്യാഴത്തിലും നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വലിയൊരു കൽപ്പന. ബിക്കോസ് ഹിയർ ഇൻ ദിസ് മീൽ ലവ് ഈസ് നോട്ട് പ്രീച്ച്ഡ്, ഇറ്റ് ഈസ് സെർവ്ഡ്. ഇവിടെ വലിയ പ്രഭാഷണങ്ങളൊന്നുമില്ല. ആ സ്നേഹത്തെ തന്നെയാണ് അവൻ വിളമ്പി നൽകിയത്. അതുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട 1-2 ചോദ്യങ്ങൾ ഇതാണ്. ആർ വി എ കുർബാന കമ്മ്യൂണിറ്റി ഓർ ജസ്റ്റ് കമ്മ്യൂണിയൻ കൺസ്യൂമേഴ്സ്? ഈ തിരുമേശയിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഓർക്കാം, God doesn't invite the perfect to his table. He perfects those he invites. അവൻ്റെ മേശയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളെ അതിനെ യോഗ്യരാക്കുന്നത് അവനാണ്. നമുക്കാർക്കും യോഗ്യത ഉണ്ടായതുകൊണ്ടല്ല നമ്മൾ അവിടോട്ട് വിളിക്കപ്പെട്ടത്, അവൻ നമ്മളെ യോഗ്യരാക്കിയത് കൊണ്ടാണ്. ആ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുർബാന ഈസ് നോട്ട് ജസ്റ്റ് എ റിച്വൽ. ഇതൊരു ചടങ്ങ് മാത്രമല്ല, മറിച്ച് we are entering into a relationship with the Christ and with one another. യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് കൂടെ ഉള്ളിലോട്ട് കയറുന്നതായിട്ടുള്ള കർത്താവിൻ്റെ വാക്കുകളാണ്. ഓരോ മേശയിലേക്ക് നമ്മൾ വരുമ്പോഴും കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, എന്നോട് കൂടെ കൈതാലത്തിൽ മുക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കാനിരിക്കുകയാണ്. ഞാനോ കർത്താവേ എന്ന് ശിഷ്യന്മാർ ചോദിച്ചതുപോലെ നമ്മളും കർത്താവിനോട് ചോദിക്കാം. പക്ഷേ യൂദ അത് ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അത് നീ തന്നെയാണ്, അല്ലേ? എന്നോടുകൂടെ കൈതാളത്തിൽ മുക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കും. തള്ളി പറഞ്ഞവനും ഒറ്റിയവനും ഒറ്റപ്പെടുത്തിയവനും ഒരേ അളവിൽ വിളമ്പിക്കൊടുത്തതായ നിറ സ്നേഹം. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ.